നമസ്കാരം. മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. വിശന്ന് വലയുന്നവന് കെ ഫോൺ വിളമ്പുന്നു. ന്യായവില കടകളിൽ ഒരു സാധനവുമില്ല. പെൻഷൻ പോലും കിട്ടാതെ ജനം വലയുകയാണ്. കേരളത്തിൻ്റെ സ്വന്തം ഇന്റർനെറ്റ് കമ്പനിയായി രൂപം കൊണ്ടതാണ് കെ ഫോൺ. നൂറുകണക്കിന് കോടി രൂപയുടെ മുതൽ മുടക്കിലൂടെ പദ്ധതി നടപ്പിൽ വരുത്തി കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചത്. രാജ്യത്ത് ഇത്തരത്തിൽ ഒരു സംവിധാനം ഒരുക്കുന്ന ഏക സംസ്ഥാനം കേരളമാണെന്ന് പദ്ധതി നടപ്പിലാക്കി മുഖ്യമന്ത്രി പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങിയ കേരളത്തിലെ കെ ഫോൺ പദ്ധതി പ്രവർത്തനം ആരംഭിച്ചിട്ട് വർഷങ്ങളായി. എന്നാൽ ഇതുവരെ ആകെ 12,000-ലധികം കണക്ഷൻ മാത്രമാണ് നൽകിയിരിക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കേരളത്തിലെ 1 കോടിയോളം ജനങ്ങൾക്ക് ഇന്റർനെറ്റ് സംവിധാനം ഒരുക്കി കൊടുക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. കെ ഫോൺ കമ്പനിയുടെ ഇപ്പോഴത്തെ അറിയിപ്പ് പ്രകാരം ഒരു ദിവസം 200-ൽ താഴെ കണക്ഷനുകൾ മാത്രമാണ് സംസ്ഥാനത്തൊട്ടാകെ കൊടുത്തുവരുന്നത്. ഇതാണ് ഗതിയെങ്കിൽ എത്ര കാലം കൊണ്ടാണ് 1 കോടി ആൾക്കാർക്ക് ഇന്റർനെറ്റ് എത്തിച്ചു കൊടുക്കുക എന്ന കാര്യം ഊഹിക്കാവുന്നതേ ഉള്ളൂ. കെ ഫോൺ കമ്പനി കേരളത്തിലെ പാവപ്പെട്ടവർക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഒരുക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. എന്നാൽ ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാർ ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ വിശപ്പടക്കാനും ജീവിക്കാനും പെടാപ്പാടുപെടുകയാണ്. സാധനവില ഓരോ ദിവസവും കുതിച്ചു കയറുമ്പോഴും നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്തിരുന്ന സർക്കാർ സ്ഥാപനങ്ങൾ കാലിയായി കിടക്കുകയാണ്. സപ്ലൈകോ വഴിയും കൺസ്യൂമർ ഫെഡ് വഴിയും ചില്ലറ വിൽപ്പനശാലകൾ തുറന്ന് ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യവസ്തുക്കൾ കാലങ്ങളായി വിതരണം ചെയ്തിരുന്നതാണ്. ഈ പറയുന്ന സ്ഥാപനങ്ങളുടെ ചില്ലറ വിൽപ്പനശാലകളിലെ അലമാരകളെല്ലാം കാലിയായി കിടക്കുകയാണ്. ജനങ്ങൾക്ക് നിത്യം ഉപയോഗിക്കേണ്ട ഒരു ഭക്ഷ്യവസ്തുവും ഒരിടത്തും കിട്ടാനില്ല. കൺസ്യൂമർ ഫെഡിനും സപ്ലൈകോയ്ക്കും ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്ത കമ്പനിക്കാർ മാസങ്ങളായി വിതരണം നിർത്തിവെച്ചിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്ന ഏജൻസികൾക്ക് നൽകാനുണ്ടെന്ന് ആണ് പറയുന്നത്. കുടിശ്ശിക തുക പകുതിയെങ്കിലും നൽകിയില്ലെങ്കിൽ വിതരണം നിർത്തിവെക്കും എന്ന് അവർ സർക്കാരിനെ അറിയിച്ചിട്ട് നാളുകൾ ഏറെയായി. നിത്യോപയോഗ സാധനങ്ങളുടെ ലഭ്യത ഇല്ലാതായതോടുകൂടി പുറം മാർക്കറ്റിൽ നിന്നും സാധനങ്ങൾ വാങ്ങേണ്ട ഗതികേടിലാണ് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ. പൊതുവിപണിയിൽ സ്വാഭാവികമായും വലിയ വിലയാണ് എല്ലാ വസ്തുക്കൾക്കും ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. 30 രൂപയ്ക്ക് മേൽ വിലയുണ്ടായിരുന്ന അരിയുടെ വില 50 രൂപയ്ക്ക് മുകളിലായിട്ട് കാലങ്ങൾ കുറയായി. അരി വിതരണം പോലും നടത്തുവാൻ ന്യായവില ഏജൻസികൾക്ക് കഴിയാതെ വരുമ്പോൾ ജനം സഹികെടുക എന്നല്ലാതെ വേറെ മാർഗമില്ല. കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകി വന്നിരുന്ന ക്ഷേമ പെൻഷനുകൾ മാസങ്ങൾ കുടിശ്ശികയായി കിടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാരുടെ പ്രതിഷേധം ഒഴിവാക്കാൻ 1 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തിരുന്നു. ഇപ്പോഴും 5 മാസത്തിലധികം പെൻഷൻ കുടിശ്ശികയാണ്. സർക്കാർ നൽകേണ്ട ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുന്നു എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന വൈദ്യുതി, വെള്ളം തുടങ്ങി എല്ലാത്തിനും ചാർജ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന നയമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഏതാണ്ട് 75 ലക്ഷത്തിലധികം റേഷൻ കാർഡ് ഉടമകൾ പാവപ്പെട്ടവരുടെ പട്ടികയിൽപ്പെട്ടവരാണ്. റേഷൻ കടകളിൽ പോലും നിത്യോപയോഗ സാധനങ്ങൾ കൃത്യമായി വിതരണം നടക്കുന്നില്ല. മണ്ണെണ്ണ ജനങ്ങൾ കണ്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. മാസത്തിൽ 4ഉം 5ഉം തവണ റേഷൻ കടകളിലെ ഈ പോസ്റ്റ് മെഷീനുകൾ തകരാറിലായി റേഷൻ വിതരണം മുടങ്ങുന്ന സ്ഥിതിയും തുടരുകയാണ്. ഇത്തരത്തിൽ സമ്പന്നരല്ലാത്ത കേരളത്തിലെ മുഴുവൻ സാധാരണ ജനങ്ങളും ജീവിത ദുരിതത്തിൽ കഴിയുമ്പോഴാണ് കെ ഫോൺ എന്ന ഇന്റർനെറ്റ് അഭ്യാസവുമായി സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത്. വിശക്കുന്ന വയറും പട്ടിണിയുമായി ജീവിതം തള്ളി നീക്കുന്ന പാവപ്പെട്ടവന് വീട്ടിൽ ഇന്റർനെറ്റ് ഉണ്ടാകുന്നതുകൊണ്ട് എന്ത് ഗുണമാണ് ലഭിക്കുക? ഇന്റർനെറ്റും ഫോണും നോക്കി ജീവിതം കഴിക്കുന്നവരല്ല കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ. വിശക്കുമ്പോൾ കഞ്ഞിയെങ്കിലും ഉണ്ടാക്കി എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് അത് മോന്തി വിശപ്പടക്കാൻ പാടുപെടുന്ന ജനങ്ങൾക്ക് മുമ്പിലാണ് ഇന്റർനെറ്റിന്റെ പ്രവർത്തനം ഊർജ്ജസ്വലമാക്കി ഈ വർഷം തന്നെ 1 ലക്ഷം കണക്ഷനുകൾ നൽകും എന്ന വീരവാദവുമായി കെ ഫോൺ കമ്പനി മേധാവികൾ രംഗത്ത് വന്നിരിക്കുന്നത്. മൊബൈൽ ഫോണും ഇന്റർനെറ്റും കമ്പ്യൂട്ടറും മറ്റ് സൗകര്യങ്ങളും ഒക്കെ എത്തുന്നതിന് മുമ്പ് പാവപ്പെട്ടവൻ വിശക്കുന്ന വയറുമായി കഴിയുന്ന സ്ഥിതി ഒന്ന് മാറ്റിയെടുക്കാൻ സർക്കാർ ശ്രമിച്ചെങ്കിൽ അതായിരിക്കും ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്മ എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. നന്ദി, നമസ്കാരം.